ഞാൻ ഗണപതി എന്ന് പറയാറില്ല, ഗുളികൻ എന്നാ പറയാറ്. എന്തായാലും ശരി, തടസ്സം ഉണ്ടാക്കണം ചങ്ങായി. അപ്പോൾ അവർക്ക് കുറച്ച് അവിലും വരെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ശേഷം പുറത്തൊക്കെ കൂടെ സഞ്ചരിക്കുന്ന മൂർത്തികൾ നമ്മുടെ സങ്കല്പമാണ്. പ്രേതങ്ങളോ എന്തോ ആവാം, അവർക്ക് വേണ്ടി എല്ലാം മാറ്റി വെച്ചതെന്ന് നീക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മരിച്ചെല്ലാവരും വേണ്ട, ദുർമരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം മതി. അപകടമരണം, ആത്മഹത്യ അങ്ങനെ എന്തെങ്കിലും മാത്രം മതി. പറഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവീനെ ഇതിൻ്റെ ഫീലിങ് ലളിതാശ്രാമം ചൊല്ലുന്നേക്കാൾ സുഖം അവിടെ നമ്മൾ ആശാൻ ലളിതാശ്രാമങ്ങളുടെ വരി മുക്കാലും ചൊല്ലിയത്. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് ആസ്ഥാനത്താണോ വരി തോന്നിപ്പോയിട്ടോ. എന്താ വെച്ചാൽ രക്തവർണ്ണ മാംസനിഷ്ഠ, ഗുഡാനപ്രീത മാനസിയാണ്, മാംസനിഷ്ഠയാണ്. നമ്മളതിനെ വിമർശിച്ച് എതിർത്തുകൊണ്ടാണ് അവിടെ വരി വേണ്ടത് ശരിക്ക്. പക്ഷെ ആശാൻ പറയുന്നത് കംപ്ലീറ്റ് അതിനെ സ്വീകരിക്കുന്ന ദേവിയെ കുറിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്താ വെച്ചാ വരി അവിടെ വേറെ എന്തെങ്കിലും ഒരു ശ്ലോകമാണ് ശരിക്ക്. ഇതുകൊണ്ട് വിഷ്ണു സഹസ്രനാമവും ബെറ്റർ ആയിരിക്കും. ലളിതാസനത്തിൽ വരാം വിഷ്ണു. ഇപ്പൊ ഞങ്ങൾ തിരുത്തല്ല, കാരണം എനിക്ക് ആശയപരമായിട്ട് അവിടെ വേണ്ടതേ ആ പുരോഹിതൻ അയ്യോ ചെയ്യുന്ന അപരാധമാണെന്നും ആ രീതിയിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷെ നിങ്ങൾ പറയുന്ന വരി ലളിതാസനത്തിലാവുകൊണ്ട് ദേവി മാംസപ്രിയയും ഗുഡാനപ്രീതയുമാണ്. ഗുഡാനം എന്ന് പറഞ്ഞാൽ ശരിക്ക് കഠിന പായസം എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കള്ള് ചേർത്ത ഗൂഢമായിരിക്കുന്ന അന്നം, മദ്യം ചേർത്ത അന്നം, ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രിയമാണ് ദേവി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം വൈഷ്ണവനായിട്ടൊക്കെ തോന്നിയത്, നമ്മളെ ക്യാരക്ടർ വൈഷ്ണവനാണ് അല്ലേ. അപ്പൊ ശരിക്ക് അതിന് പകരം വിഷ്ണു സഹസ്രനാമം ഇവിടെ കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇത് സജഷൻ. കാരണം ഇത് അറിയണവർക്ക് ഇത് അറിയുള്ളൂ, അല്ലാത്തവർക്ക് ഇപ്പൊ എന്താ പറഞ്ഞത് രക്തം പറഞ്ഞ മാംസം ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ആ രക്തത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഇത് അപ്പളേ നമ്മളപ്പോ കർമ്മങ്ങൾ പേരിന് ഗുരുവിനും കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ചാറ്റി വിളിക്കാൻ വേറൊന്നുമില്ല. നമ്മുടെ എല്ലാ സമ്പ്രദായത്തിലും അവിടെയാണെങ്കിൽ പായോണ്ട് പറയുക, പല സ്ഥലത്ത് പല രീതിയിലാണ്. കുതിമാനം, പടിഞ്ഞാറ് അത്തമനം, വടക്കുറവുണ്ടം, തെക്ക് തിരുവീട് എന്നൊക്കെ പല രീതിയിൽ, മാനം, കീഴ് ഭൂമി. അപ്പൊ നമ്മളെ ശൈലിയിൽ നമ്മൾ ചാറ്റി വിളിക്കുകയാണ് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ നീലീട്ട, ഇതാണ് ശ്രീചക്രമായിട്ടൊക്കെ പരിണമിക്കുന്നത്. ഇതൊരു സ്ത്രീയാണ്. ഇതാണ് സ്ഥലങ്ങൾ, ഇത് യോനി തന്നെയാണ്. ഇതിന്റെ സെൻറ്ററിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു റൗണ്ട് കാണാൻ പറ്റും. ഇതാണ് ബിന്ദുസ്ഥാൻ ആരംഭം, ഡോട്ട് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ ഇതിലുള്ള കണ്ണി 21 കണ്ണിയാണ് ഇതിലുള്ളത്. 21 പറഞ്ഞാൽ 71 ലോകമാണ് ഇത്ര ഉള്ളത്. അല്ലെങ്കിൽ പറയാം ദ്രവീഡിയൻ കൺസെപ്റ്റിലൊരു മതഭാഷയെ മാറ്റിവിട്ടിലെടുത്ത് ശൈവമത വന്നത്. ശൈവമതത്തിൽ പ്രപഞ്ചം ഉണ്ടായത് 96 തത്വങ്ങളെ കൊണ്ടാണ്. ആ 96 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 21 മാറും. ഇത് വെൽഡ് ചെയ്യണതല്ല, വിളക്കി ചേർക്കുന്നതാണ്, വെൽഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 2 ചെലമ്പ്, ഇതൊരു അച്ഛനമ്മയും സങ്കല്പമാണ്. ഇതിങ്ങനെ അളകുമ്പോൾ ഇത് പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ഇതാണ്. അതാണ് ആദിയിൽ വചനം എന്നൊക്കെ ചിലർ പറഞ്ഞു. അപ്പോൾ ഇതിൽ ചാറ്റി നമ്മൾ ദിക്കുകളേക്ക് ഒന്ന് പൊലിച്ചു. അതിനുശേഷം വന്ന തറവാട് വന്നിരിക്കുന്ന കർമ്മികൾ എന്താ വെച്ചാൽ അവരെ വീട്ടിൽ കുലദൈവം എന്നൊക്കെ പറയും. അവരെ ദൈവങ്ങളെ ഇവരെ പ്രേതങ്ങളെ വിളിക്കുക. അപ്പോൾ ഞങ്ങൾ പറയാ തറവാടിന് ശരിക്കും ഇങ്ങനെ വീട്ടുപേരല്ല പറയാ, വീട്ടുപേര് തെക്കേ പുരക്കല അതല്ല പറയുക, മുത്തന്മാർ തറവാടാണ്. നമ്മുടെ സമുദായികമായിട്ട് പ്രത്യേകത ഉണ്ടായിരുന്നവർക്ക് തറവാട്ട് പേര് അങ്ങനെ പല പേരും ഉണ്ടാവും. മുത്തന്മാർ, കാരണന്മാർ, ഇങ്ങനെ ഈ ശൈലി ഇവിടെ ഉണ്ടാവും. വീട്ടുപേരല്ല, അതൊക്കെ നമുക്ക് വിട്ടുപോയി. അപ്പോൾ അച്ഛൻ മുത്തന്മാർ തറവാട്ടിലെ കാരണന്മാരെ വിളിച്ച് തുണ നിൽക്കണം എന്ന് പറഞ്ഞു. ഇവിടെ കർമ്മം ചെയ്യാൻ തുണയ്ക്കണം എന്ന് പറഞ്ഞു. അതിന് ശേഷം കർമ്മത്തിനെക്കാട്ടില് ദൈവങ്ങളെ വിളിച്ചു, പിതൃക്കളെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചായ വിളിക്കാൻ പോവുകയാണ്. ഈ ബാധകളെ ആവാഹിക്കാൻ പോകണമെങ്കിൽ തുണ നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ബാധകളെ ആവാഹിക്കുകയാണ്. പെട്ടെന്നായാൽ വേഗം പോയി കടന്നുറങ്ങാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നു നമ്മൾ. പൂജാ ഇൻസ്ട്രുമെൻറ്റുകൾ അത്രയേ ഉള്ളൂ കേട്ടോ. ആകുമ്പോൾ ദീപമാണ് ഫസ്റ്റ് കാണിക്കുക. മണിയില്ല ശരിക്കും. മണി ഇവിടെ ഇവരൊക്കെ പാണ് മണി മുകളിലേക്ക് അടിക്കാന്ന് പറയും. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ മണിയില്ല. മണി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ലോഹയുഗം വരണം. മണി കണ്ടുപിടിക്കണം മോശമായി, അതിന് മുമ്പേ ഉള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുക ചെയ്യാം. ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇനി ധൂപം വേണ്ടേ? കാണുന്നു ഇൻസ്ട്രുമെൻ്റ് ഇല്ല. നല്ല പൂജാരിക്ക് മജീഷ്യൻ്റെ പോലെയാണ്. ഇൻസ്ട്രുമെൻറ്റ് വേണ്ട, ഒരു ഇൻസ്ട്രുമെൻറ്റും വേണ്ട, കൈ വീശി പോയാൽ മതി. എല്ലാ വലിയ മന്ത്രവാദം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം നമ്മളിനി ബാധേനെ ആവാഹിക്കണം. ബാധയെ ആവാഹിക്കുമ്പോൾ സാധാരണ ജ്യോത്സ്യന്മാരെ കിട്ടിയിട്ട് അവർ വന്നോ പോയി എന്നൊക്കെ നോക്കും. നമുക്ക് ആ പരിപാടിയൊന്നുമില്ല. നമ്മൾ തന്നെയാണ് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാവുക. ദുർമരണപ്പെട്ട ആത്മാക്കളുണ്ടാവും. കാരണം പ്രേതങ്ങളെ ആവാഹിക്കുന്നില്ല. ദുർമരണത്തിൻ്റെ ആ ഒരു പറയുന്ന ആ ഗതി കിട്ടാത്ത അവസ്ഥയെ നമ്മളൊന്ന് ആവാഹിക്കും. എത്ര ആളുണ്ടെങ്കിലും ആൾരൂപം ഉണ്ടാവില്ല. 2 കഷ്ണാക്കണം. 2 കഷ്ണമാണോ?
ഇവിടെ നൂല് കിട്ടാൻ എവിടുന്ന ഈ വയറുമ്പോ ആ വയറുമ്പോ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ ഇത് സാധാരണ നാടൻ ജോഷത്തിൽ പറഞ്ഞ വ്യാഴം പ്രസാദിച്ചു എന്ന് പറയും. നേരത്തെ കൂടെ കേട്ടില്ലേ? അത് പറഞ്ഞ പോലെ അപ്പം അയാളെന്തായാലും പ്രസാദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത പൂജകളും ചെയ്ത കർമ്മങ്ങളും ഇതുവരെയുള്ളതൊക്കെ ഭംഗിയായിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ വായിച്ചാൽ മതി. കുറച്ച് ചിട്ടാൽ മതിട്ടാ. എല്ലാം ഇടരുതേ. 2 മണി ദമ്പതികളുടെ മകളാണ് പഞ്ചമി അല്ലേ? എങ്ങനെ വരണപ്പെട്ടെ? എങ്ങനെയാ മരിച്ചെങ്ങനെയാ? കുട്ടി മരിച്ചപ്പോ വയറ്റുള്ള കുട്ടി പോയി. അപ്പോൾ ആ ഒരു ആത്മാവിന് ഗതി കിട്ടാതെ അലയുമ്പോൾ ഉണ്ടാവണ നന്നായി പ്രാർത്ഥിക്കുക കേട്ടോ. ആ ഒരു അലച്ചിൽ തീരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബാധാദോഷത്തെയാണ് നമ്മൾ ആവാഹിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് ആവാഹിക്കുന്നത്. അപ്പോൾ നന്നായി പ്രാർത്ഥിക്കുക. ഞാൻ പറയുമ്പോൾ ഇട്ടാൻ കേട്ടോ. മുഴുവൻ പോകരുത്, 2 മണി ഇട്ടാൻ കേട്ടോ. ആവാഹിക്കുന്ന ഇതിൽ കിട്ടുമോ? അവിടെ ഇരുന്ന് വയ്ക്കാൻ കിട്ടാൻ രാശിയൊക്കെ നോക്കുന്ന സമയത്ത് ഗുളികന സാന്നിധ്യമാവുക, ബാധാരാശി അതൊക്കെയാണ് അവർ പറയുക. അപ്പോൾ അതൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിലല്ല അവിടെ. അപ്പം എന്തായാലും കരിമ്പച്ചനെക്കാട്ടിൽ തന്നെ ആളുകളാണല്ലോ ഇതൊക്കെ അല്ലേ? അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ആ ഗതി കിട്ടാത്ത ആത്മാവിന് ഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ തടസ്സം നിൽക്കുന്നതായിരിക്കുന്ന ആ ബാധാദോഷങ്ങൾ ആവാഹിക്കുകയാണ്. ഇവിടെ നിർമ്മാണപ്പെട്ടു പോയിരിക്കുന്ന ആത്മാവിനെ ഗതിയെ തടയുന്നതായിരിക്കുന്ന ആ ബാധാദോഷങ്ങളെ ഒരു പുരുഷപ്രതിയുടെ സാന്നിധ്യമാണ് നന്നായി പ്രാർത്ഥിക്കും. കടമ്പച്ചിനെ നിർമ്മാണപ്പെട്ട മഹമ്മദിൻ്റെ ഗതിയെ തടയുന്നതായിരിക്കുന്ന ബാധാദോഷങ്ങൾ കിട്ടുമോ കേട്ടാ? എൻ്റെ ബാക്കിയുള്ള സാന്നിധ്യമാണ് ചെയ്യുക. പ്രാർത്ഥിക്കൂ കേട്ടാ. അപ്പോൾ അതാണായാലും പെണ്ണായാലും ശരി, അതിൽ ഏതെങ്കിലും ആത്മാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഗതി ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കുക, ഗതി കിട്ടണേന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് 2 പൂവ് ഇവിടെ ഒരാണും പെണ്ണും ചേർന്നൊരു രൂപമുണ്ട് ഇതട്ടാ. ഇവിടെ ഇതിലേക്ക് ഇട്ടാൽ മതി. ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഗതിയെ കിട്ടണേന്നുള്ളതായിട്ട് കുടുംബത്തിനെക്കാട്ടും ഈ മക്കൾക്ക് അറിഞ്ഞോ അറിയാതെയുള്ള ഏതെങ്കിലും ആത്മാക്കൾ ഗതി കിട്ടാതെ അറിയുന്നുണ്ടെങ്കിൽ, നിർമ്മാണപ്പെട്ടതായിരിക്കുന്ന ഏതെങ്കിലും ആത്മാക്കളുണ്ടെങ്കിൽ അവിടെ ആത്മാവിന് ഗതിയെ കിട്ടുന്നതിന് വേണ്ടി മക്കളും കുട്ടികളും ചേർന്നിട്ട് ആ ഗതിയെ തടയുന്നതായിരിക്കുന്ന ഭാഗം അവായിക്കുകയാണ്. ഈ നമുക്ക് തറവാട്ടിൽ എന്തെങ്കിലും സർപ്പദോഷങ്ങളുണ്ടെങ്കിൽ നമ്മൾ വരുത്താൻ കർമ്മങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ വെച്ചിരിക്കുന്ന വിശുദ്ധെങ്ങയിലേക്ക് മധ്യമാണ്. ആ പുഷ്പത്തെ ഇതിന് മുകളിലുള്ള അണഞ്ഞു പോയാലും ബാധ ഒഴിഞ്ഞിട്ടുണ്ട്. ചത്തു മണ്ണെടുത്ത് ബ്രഹ്മച്ചനെക്കാട്ടിലും മക്കളെ വായിച്ചിരിക്കുന്ന ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞോ അറിയാതെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ ഒരു വെച്ചിരിക്കുന്ന ില്ല. എന്നാൽ പോലും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
അങ്ങനെ ആ ഒരു വെള്ളം കൊടുക്കാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇവർ മരിച്ചു പോയാൽ ആഗ്രഹിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത്തരം ആത്മാക്കൾക്ക് വെള്ളം കൊടുക്കുക. അപ്പോൾ നമ്മുടെ തറവാട്ടിൽ അത്തരത്തിൽ മരിച്ചു പോകുന്ന ആളുകൾ ആ മരണപ്പെടുന്ന ആ സമയത്ത് നമുക്ക് ഇല്ലാതെ ഇരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് തുള്ളി വെള്ളം നാട്ടു നടപ്പുണ്ട്, കുറച്ച് വെള്ളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ ഒന്ന് നീച്ച് വരെ തന്നെ വേണം. എന്നിട്ട് കുറച്ച് പൂവ് നിങ്ങൾ കയ്യിൽ പൂവ് എടുത്തോണ്ട് പൂവ് ഇതിൻ്റെ മുകളിലേക്കിടുക. എന്നിട്ട് ഈ കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇതിൽ രണ്ടിൻ്റെ വായയിൽ പൂടെ വെച്ചോണ്ട് ഒന്ന് വീഴ്ത്തുക, ഒന്ന് നീട്ടിട്ട്. പൂവിടണ്ടേ കൊടുക്കണമെന്നില്ല, പൂവിടണ്ട, ഇങ്ങോട്ട് വന്നാൽ മതി, ഇങ്ങോട്ട് വന്നാൽ മതി. ആ കൊടുത്തിട്ട് ഇന്നെടുത്തിട്ട് വായയിൽ ഒന്ന് വിളിച്ച് കൊടുക്കും. നമ്മൾ തന്നെയുള്ള തിരക്കില്ലാണ്ട് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി അതിൽ ആക്കൊന്ന് പോണേ, ഞാനിപ്പോൾ എല്ലാവർക്കും വേണ്ടി വെള്ളം കൊടുക്കുകയാണേ സങ്കല്പിക്കും. ഒരു വലിയൊരു കുടുംബമാകുമ്പോൾ എല്ലാവരും ചെയ്യണ്ട, പക്ഷെ എല്ലാവരും ചെയ്താൽ നമുക്ക് നേരം പോകും. ഞാൻ ചെയ്തോ മസാല എടുത്തോണ്ടോ? അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞ നേരത്തെ ഈ കിണ്ടി വെള്ളമൊക്കെ നിർത്തി പോയിട്ട് ഇതപ്പോൾ തെക്ക് ഭാഗം അതാവുകൊണ്ട് ഒന്ന് ഇറങ്ങിപ്പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടായാലും മതി. കുറച്ച് വെള്ളം ഒഴിക്കാനൊക്കെ പറയുമ്പോൾ ചെയ്യണത് മതി തരത്തൊക്കെ അത് മതി. അതൊന്ന് നമ്മൾ ക്ഷണിച്ച് കൊണ്ടുവരണം. അവിടെ ആത്മാക്കൾ വന്ന് ഞാൻ ക്ഷണിച്ച് കൊണ്ടുവരുന്ന സങ്കല്പമുണ്ട്. അപ്പോഴൊരു കർമ്മത്തേക്ക് വരും, അവരെ വന്ന് നിൽക്കുകയും ചെയ്യും. നമ്മൾ പറയുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. പറഞ്ഞ ആൾക്കാരെ നമ്മളെന്ത് ചെയ്യും, തലയൊക്കെ മൂടിയേക്കും അല്ലേ. ഇവരെയും തന്നെ തലയൊക്കെ മൂടി വെച്ചു, ഇതിൻ്റെ ശേഷക്രിയകളൊക്കെ ചെയ്തു എന്നാണ് സങ്കല്പിക്കുക.
പൊലി പൊലിയേ കടമ്പാറ്റനെ കാട്ടിലെ ചത്ത് മണ്ണടിഞ്ഞ പ്രേതങ്ങളെ ഈ കർമ്മം കൊള്ളാനായി വന്നോളിട്ടോ ഈ കർമ്മം കണ്ടിട്ട് കാത്തിടണേ കുട്ടിയോളി മക്കളെ കാത്തിടണേ. ഓരോരുത്തർ തിരക്കില്ലാതെ വരിക ഒക്കെ നിന്നിട്ട് കിടക്കും പടിഞ്ഞാറ് നിന്ന് നമ്മളെ കാക്കണേ മനസ്സിലായി പ്രാർത്ഥിക്കുക. എന്നിട്ട് അതിൽ 3 തർപ്പണം ചെയ്യുക. ഇന്നെടുക്കല്ലേ ഇന്നെടുക്കണേ. എന്നിട്ട് 2 മണി കൂടുക, നിലനിട്ട് വന്ദിക്കുക. തർപ്പണം ചെയ്യണ നേരത്ത് കൈ വലത്തെ കൈ മേടത്തെ കൈ പിടിക്കുക.